അപ്പോൾ 2025 ജെഇ മെയിൻ സെഷൻ 1-ന്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. അത്ര ടഫ് എന്ന് പറയാനും പറ്റില്ല, എന്നാൽ അത്ര നോർമൽ ലെവലായിരുന്നില്ല. ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? കുഴപ്പമില്ല. ഓക്കെ. ഫിസിക്സ് കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു മോൾക്ക്? ഫിസിക്സ് കുറച്ചും കൂടിയും എന്താ പറയാ, ഒരു +1 ടോപ്പിക്കിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും വന്നത് അത്യാവശ്യം, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി ആണെങ്കിലും അത്യാവശ്യം ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ കോർഡിനേഷൻ എന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മോൾക്ക് എക്സാം? നല്ല എക്സാം ആയിരുന്നു. ഒരു മോഡറേറ്റ് ഈസി ലെവലായിരുന്നു. ഈസി ആയിരുന്നു കുറച്ച്. പിന്നെ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് വലിയ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി. അത്യാവശ്യം നല്ല. മാത്സ് എനിക്ക് അധികം ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ടൈം ലാഗ് ഉണ്ടായിരുന്നു. കുറച്ച് മാത്സിൽ ഇടയ്ക്കിടയ്ക്ക്, എന്നാലും കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് മാത്സിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് എങ്ങനെയാ, പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒത്തിരി മാനേജ് ചെയ്യാൻ പറ്റിയോ ടൈമൊക്കെ? പ്രോബ്ലംസ് എല്ലാം ചെറുത് സിമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു വന്നത്. പിന്നെ അത്യാവശ്യം തിയറി നന്നായിട്ട് ഉണ്ടായിരുന്നു. ഫിസിക്സിലും കെമിസ്ട്രിയിലും തിയറി പാർട്ടും ഉണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡറേറ്റ് ലെവൽ പ്രോബ്ലംസ് ആയിരുന്നു. എക്സാം ഹാളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഓക്കേ അല്ലേ? ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം കുഴപ്പമില്ലായിരുന്നു. പ്രിലിമിനറി ഒക്കെ എക്സാം വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. നമുക്ക് മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് അതിന്റെ കുറെ ഉപകാരങ്ങളുണ്ട്. അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു വന്നത്? ഏകദേശം അതേ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. ഈസി ആയിരുന്നു, കമ്പാരിറ്റീവ് ആയിരുന്നു. ഓക്കെ. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും എക്സാം എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നോ നേരത്തെ കയറിയപ്പോ? ഏകദേശം അറിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ മെയിനായിട്ട് ഫിസിക്സും കെമിസ്ട്രിയാണ് നോക്കിയത്. അത് അത്യാവശ്യം പ്രോബ്ലംസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എല്ലാം മോഡൽ എക്സാമിലേക്ക് ഒരു മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതേ മോഡൽ തന്നെയായിരുന്നു. പിന്നെ അത്യാവശ്യം മീൻസ് വർക്ക് ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻ പോലെ തന്നെ വലിയ വ്യത്യാസമില്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഫിസിക്സ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയോ? നല്ല രീതിയിലുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല, നമുക്ക് ഈ നീറ്റിന്റെ അതേ ഇത് കൊണ്ട് കോച്ചിങ് കൊണ്ട് നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ മാത്സ് കുറച്ച് ടഫായിരുന്നു. അതല്ലാണ്ട് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അത്യാവശ്യം നല്ല ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ. എക്സാം ഹാളിൽ എല്ലാ കാര്യങ്ങളും ഫോർമാലിറ്റീസ് ഒക്കെ അടിപൊളിയായിട്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.